ധന്യനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പകൽ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയായി കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവ് നന്ദി അറിയിച്ചു. അധികം മുഴുവനുകളില്ലാതെ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുക. 40-ാമത്തെ സങ്കീർത്തനം, ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടിൽ നമുക്ക് കാണുന്ന സങ്കീർത്തനം. രണ്ട് തരത്തിൽ ഈ സങ്കീർത്തനത്തെ കുറിച്ച് ചിന്തിക്കാം. ഒന്ന്, ആദ്യവാക്യം വായിക്കുമ്പോൾ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, നിലവിൽ കേട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടം അല്ലെങ്കിൽ ഏതോ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ വിടുവിച്ച് ഇപ്പോൾ വിടുതലിൻ്റെതായിരിക്കുന്ന അല്ലെങ്കിൽ വിടുവിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവസാനത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ദൈവമേ താമസിപ്പിക്കരുതേ, താമസിക്കരുതേ, എൻ്റെ ദൈവമേ താമസിക്കരുതേ. ആ ഒരു വാക്യം വായിക്കുമ്പോൾ നാം ഉടനെ ചിന്തിക്കണം, വാസ്തവത്തിൽ താൻ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് കഴിഞ്ഞുവോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന സ്തോത്രം ഒരു അനുഭവം. അങ്ങനെയാണെങ്കിൽ തന്നെ വിടുവിക്കുമെന്നുള്ള ധൈര്യത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയ ഒരു സങ്കീർത്തനമാകാം 40-ാമത്തെ സങ്കീർത്തനം. പ്രിയമുള്ളവരെ, ഈ രണ്ട് അനുഭവങ്ങൾ ഏതെങ്കിലും ഒന്നിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിഭയങ്കരമായിരുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ അവയിൽ നിന്ന് നമ്മെ വിടുവിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവരാകാം നമ്മൾ. എന്നാൽ അതേസമയം നമ്മിൽ ചിലർ ഈ നാളുകളിൽ കർത്താവേ, എന്നാണ് ഞാൻ കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് ഒരു വിരാമം ഉണ്ടാകുന്നത് എന്നുള്ള ആവലോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരാകാം. ഇങ്ങനെയുള്ള രണ്ടു കൂട്ടർക്കും പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അധികം ഒത്തിരി വാക്യമായി മുമ്പോട്ട് പോകുന്നതിന് മുൻപ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ തന്നെ അല്പം ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനക്കാരൻ പോകുന്നതായിരിക്കുന്ന അല്പം 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ എന്നെ ചിന്തിച്ച ഏറ്റവും വലിയൊരു കാര്യം, അവൻ ആദ്യം തിരിഞ്ഞു നോക്കുന്നത് തന്നെ ജീവിതത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, നാം ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, നാം വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നാം പലപ്പോഴും നമ്മിലേക്ക് നോക്കുന്നതിന് പകരം ഇതിനെല്ലാം ഏതെങ്കിലും ഒരുത്തന്റെ തലയെ കെട്ടിവെക്കാമെന്നുള്ള കാഴ്ചപ്പാടിലൂടെ കടന്നു പോകാറുണ്ട്. പലപ്പോഴും നമ്മള് അവൾ അങ്ങനെ ഇടപെട്ടതുകൊണ്ടല്ലേ, ഈ സാഹചര്യം ഇങ്ങനെ വന്നതുകൊണ്ടല്ലേ, അവര് കാരണമല്ലേ, ഇവര് കാരണമല്ലേ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ സങ്കീർത്തനക്കാരൻ നമുക്ക് നല്ലൊരു മാതൃകയായിരുന്നു. പകൽക്കാലം നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരുന്നതിന് മുൻപേ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന അനുഭവം വളരെ അനിവാര്യമാണ്. നമ്മളിലേക്ക് നോക്കണം. സങ്കീർത്തനക്കാരനോട് പറയുക, എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണേ, എത്തിപ്പിടിക്കുക എന്നുള്ള ആ ഒരു അനുഭവമൊക്കെ. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ എന്നോ ചെയ്തതാകാം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് ചെയ്ത അനീതിയാകാം, മനുഷ്യരോട് ചെയ്ത അനീതിയാകാം, സ്തോത്രം, നമ്മളോട് തന്നെ ചെയ്ത അനീതിയാകാം, നമ്മെ തന്നെ വഞ്ചിക്കുന്ന അനുഭവങ്ങളാകാം. സ്തോത്രം. ഈ നാളുകളിൽ അവ നമ്മുടെ താഴ്ചയ്ക്ക് ഹേതുവായി ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, അവയുടെ മേൽ ജയമെടുക്കുവാൻ ഇന്നത്തെ കാലം നമ്മെ സമർപ്പിക്കേണ്ടത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അവൻ തന്നിലേക്ക് തന്നെ നോക്കും.
അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തന്നിലേക്ക് തന്നെ നോക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം അവന്റെ സാഹചര്യങ്ങൾക്ക് ഈ പ്രതിസന്ധികളെ ഉണ്ടാക്കത്തക്ക രീതിയിൽ അവന് മേൽ സ്വാധീനമില്ലായിരുന്നു എന്നല്ല. കാരണം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ. നോക്കൂ, അവന്റെ പ്രശ്നം മാത്രമല്ല ഇതിന്റെ കാരണം. പക്ഷേ അവനതിന്റെ പഴിയെല്ലാം വേറൊരുത്തന്റെ മേൽ ചാരുന്നതിന് പകരം തന്നെ തന്നെ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സ്ഥാനം. അപ്പോൾ തന്നെ അവന് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ അവന്റെ ചുറ്റുമുണ്ടായിരുന്നു. അവന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ അവന്റെ ചുറ്റുമുണ്ടായിരുന്നു. നന്നായി നന്നായി, അവൻ അങ്ങനെ തന്നെ വരണോടാ, അവനത് അർഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വീഴ്ചകളിൽ നമ്മൾ ഒന്നും കൂടെ കുത്തി നോക്കിക്കുന്നവരുണ്ടായിരുന്നു. സ്തോത്രം. നമ്മെ ഒന്നും കൂടെ വേദന അധികമാക്കുവാൻ, മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നില്ലേ, പലപ്പോഴും വേദന കൂട്ടുന്ന ആശ്വാസപ്രദന്മാരായി നമ്മൾ തീരാറ്. പറയുമ്പോ ആശ്വാസം പറയാൻ പോകുന്നേ, പക്ഷെ ചെല്ലുന്നു അവനിട്ട് 4 കുത്തും കൂടെ കൊടുക്കാൻ തക്കവണ്ണമുള്ള എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ, നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ. എന്നിങ്ങനെ ചുറ്റുപാടുകളിൽ തന്റെ ഈ തരത്തിലുള്ള ഒരു ദയനീയ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നവരും ഉണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നുപോയ നിമിഷങ്ങളിൽ അതിൽ നിന്ന് ഒന്നുമല്ലെങ്കിൽ ദൈവം വിടുവിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവം വിടുവിക്കുമെന്നുള്ള ധൈര്യത്തോടെ എഴുതിയ സങ്കീർത്തനമാണ് 40-ാമത്തെ സങ്കീർത്തനം. കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ധൈര്യം ഉണ്ടാകണം. ഞാൻ യഹോവയ്ക്കായി കാത്തു. അവൻ എങ്കിലേക്ക് ചെവി ചായിച്ച്, നമ്മുടെ പ്രാർത്ഥനയെ മറികടന്നു പോകുന്നവനായിട്ടല്ല, നമ്മുടെ പ്രാർത്ഥനയും യാചനകളും നമ്മുടെ ദയനീയ അവസ്ഥകളെയും കേൾക്കാത്തവനായിട്ടല്ല, മറിച്ച് എനിക്ക് വേണ്ടി ചെവി ചായിച്ച് ഇറങ്ങി വരുന്ന എന്റെ കർത്താവ് എനിക്കുണ്ടെന്നുള്ള ധൈര്യം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും, എത്ര വലിയ ശോധനയാണെങ്കിലും നമ്മെ അങ്ങനെ ഒരു ധൈര്യം ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറയിൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി കേട്ടോ. നിർത്തുക മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, വഴുവഴുപ്പിൽ നിർത്തുന്ന ഒരു അനുഭവമല്ല. സ്തോത്രം. നിർത്തിയെന്നത് കാണിക്കുന്ന ഒരു അനുഭവമല്ല. നമ്മുടെ ഗമനം സ്ഥിരമാകത്തക്കവണ്ണം നമ്മൾ ഉറപ്പോടെ നിർത്തുന്നത്. അതിന് എത്ര ദിവസം അതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരൊന്ന് നേരെ നടക്കത്തക്കവണ്ണം നമ്മൾ എത്ര കാലം അവരുടെ കാലം പിടിച്ചവരെ നടത്തും, അല്ലെ? സ്തോത്രം. അവർ ഗമനം ഗമനം എന്ന് പറഞ്ഞാൽ നടപ്പ്. സ്തോത്രം. ഗമനം സ്ഥിരമാകത്തക്കവണ്ണം എത്ര കാലം നമ്മുടെ കർത്താവ് നമ്മുടെ കാലം പിടിച്ച് നമ്മെ കൂടെ നടത്താറുണ്ട്. അത്ര സ്നേഹവാനാണ്. നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന കർത്താവ് എന്ന് പറയുക. അതിന്റെ വായി പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി. കഷ്ടതകളിൽ സമാധാനവും നീണ്ടിരിക്കത്തക്കവയല്ല, നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അവനായി കാത്തിരിക്കുമ്പോൾ അവൻ നമ്മുടെ കഷ്ടതകൾക്ക് ഒരു പര്യവസാനം ഉണ്ടാക്കി നമ്മെ സ്ഥിരമായി നടക്കത്തക്കവണ്ണം നമ്മുടെ കാലുകളെ അഭ്യസിപ്പിക്കുകയും നമ്മുടെ നാവിൽ ഒരു പാട്ടിനെ തരികയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അവൻ നല്ലവനാണ് എന്ന് ഒരു കാലം നമ്മുടെ ഹൃദയത്തോട് ധൈര്യമായി പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി. 4-ാമത്തെ വാക്യം, യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നോട് വളരെ ഇഷ്ടപ്പെട്ട ഒരു വേദശകലമാണിവ. ഒന്ന്, യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുക. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു ഭാഗം. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഭാഗത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് തുനിയുന്നില്ല. 2, നിഗളികളെയും വ്യാജത്തിലേക്ക്
തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നാം ആരെ ആദരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആ വ്യക്തികളുടെ ആശയങ്ങളോട് നമ്മൾ ചേർന്ന് ചിന്തിക്കുന്നു എന്നുള്ളതിന് സമമാണ്. ചില ആളുകളുണ്ട്, ഞാൻ ഇന്ന നടന്റെ ഫാനാണെന്ന് പറയും, ഉദാഹരണമായിട്ട് പറയുന്ന കേട്ടോ. സ്വന്തം അവരുടെ നടപ്പിലും എടുപ്പിലും ആഗ്രഹങ്ങളിലും ആശയങ്ങളിലും എല്ലാം ആ നടൻ എന്തൊക്കെ ക്യാരക്ടേഴ്സിനെ അഭിനയിച്ചിട്ടുണ്ടോ ആ ക്യാരക്ടേഴ്സിനോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കും. അവൻ ഹൃദയം കൊണ്ട് ആ മനുഷ്യനെ ആദരിക്കുമ്പോൾ ആ മനുഷ്യന്റെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നടന്മാരിൽ മനുഷ്യനെ കാണുന്ന അതിനുള്ള കഥാപാത്രങ്ങളെയാണ്, ആ കഥാപാത്രങ്ങളുടെ ആശയങ്ങളോട് ചേർന്ന് ചലിക്കുന്നവരായിരിക്കും നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആരെ ആദരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ ലീഡറിനെ ആദരിക്കുന്ന മനുഷ്യൻ, അവനെ തന്നെ എപ്പോഴും ഒരു റോൾ മോഡലായിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ എപ്പോഴും അതായിരിക്കും ചിന്ത. സമ്പത്തുള്ളവരെയും പണക്കാരനെയും മാത്രം ആദരിക്കുന്നവർ, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ തത്വങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. 41 ആദ്യം എത്തുമ്പോൾ പറയുകയാണ്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ആരെ ആദരിക്കുന്നു? സ്തോത്രം. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ പറയുകയാണ്, ഒരു മകൻ, ഒരു അപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആദരിക്കും. എന്നിട്ട് പറയുക, അടുത്ത വാക്യം, ഏറ്റവും അവസാനത്തെ വാക്യമാണ്, അപ്പോൾ നിങ്ങൾ ദുഷ്ടനും നീതിമാനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആദരിക്കേണ്ടത് ആരെയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആദരിക്കേണ്ടത് ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്നവനെ ആദരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ സേവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവനെ ആദരിക്കണം. സ്തോത്രം. അവരാദരവ് അർഹിക്കുന്നു. അതുകൊണ്ടല്ലേ പറയുന്നത്, നിന്റെ വിശുദ്ധന്മാർ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. വചനമിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധന്മാരിലായിരിക്കണം നമുക്കും പ്രസാദവും ശ്രേഷ്ഠതയൊക്കെ നമ്മൾ കൽപ്പിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നത്, നിഗളികളായി തീർന്നവരെ അല്ല നാം ആദരിക്കേണ്ടത്. സ്തോത്രം. വ്യാജത്തിലേക്ക് തിരിഞ്ഞു പോയവരെ അല്ല നാം ആദരിക്കേണ്ടത്. നാം ആരെ ആദരിക്കുന്നു എന്നുള്ളത് സ്തോത്രം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാം ആദരിക്കുന്നത് ദൈവഭക്തന്മാരെ ആയിരിക്കണം. അനേകരെ സ്വന്തം നീതിയിലേക്ക് നടത്തുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കും. സ്വന്തം നീതിയിലേക്ക് നടത്തുന്നവരെ നാം ആദരിക്കണം. നീതിയിൽ നിന്ന് മാറ്റിക്കളയുന്നവരല്ല നാം ആദരിക്കേണ്ടത്. ആ വാക്യം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് കൂടി പോവുകയാണ്. എന്നിട്ട് പറയുക, ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളോ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വലിയവയാണ്. ഈ വാക്യം ചിന്തിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ കുറിച്ച് നമുക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വലിയവയാണ്. കഴിഞ്ഞ നാളുകളിൽ ചെയ്തവ, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നവ, നാളെ നമുക്ക് വേണ്ടി ചെയ്യുന്നവ അത്ഭുതമേറിയവയാണ്, അവ വലിയവയാണ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറയട്ടെ. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ വിചാരങ്ങൾ വലിയവയാണ്. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് വിചാരമില്ലാത്തവനല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. എന്നിട്ട് തുടർന്ന് അങ്ങോട്ട് പറയുകയാണ്, അവ എനിക്ക് എണ്ണിക്കൂടാതെ വണ്ണം അധികമാണ്. ചിന്തിച്ചു നോക്കിയേ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ. സ്തോത്രം. അതുകൊണ്ടല്ലേ സംഗീതക്കാരൻ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, അവൻ നമ്മെ കുറിച്ച് കരുതപ്പെടും.
അവൻ നിങ്ങൾക്കായി കരുതുന്നവൻ ആകയാൽ. 1 പത്രോസ് 5:7. സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിൽ. പ്രിയമുള്ളവരെ, ചിന്താകുലങ്ങളെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാരങ്ങളെ നമ്മൾ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാലത്തും എനിക്ക് ഇതേ ഉള്ളു ഗതിയെന്ന് ചിന്തിച്ച് നമ്മുടെ ഭാവിയെ പ്രാകേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് ആശ്രയിപ്പാനും നമ്മെ കരുതുവാനും നമ്മെ വിടുവിക്കുവാനും നമ്മെ കുറിച്ച് ചിന്തിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ളൊരു ധൈര്യം എല്ലാം നാളും നമ്മളെ ഭരിക്കുവാനായിട്ട് ഹല്ലേലൂയ. നമ്മെ കുറിച്ച് വിചാരമുള്ളവൻ. യിരെമ്യാപ്രവചനത്തിൽ പറയുമ്പോൾ ഇങ്ങനെയല്ല പറയുന്നത്. ഓടിയ നിർത്തി വായിക്കാം. 29:11 സ്തോത്രം. അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ? അതെ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മളെ കുറിച്ച് നന്മയ്ക്കുള്ള നിരൂപണങ്ങളുള്ള നമ്മളെ കുറിച്ച് നന്മ മാത്രം ചിന്തിക്കുന്നു. പാട്ടുകാരൻ പാടുന്നത് പോലെ നന്മ മാത്രമേ നന്മ മാത്രമേ നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എന്റെ ആസഖി എന്റെ യേശുവേ എന്റെ ജീവനേ എന്റെ ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ താൻ കണ്ടെത്തുകയാണ്, ഹോമയാഗം നീ ഇച്ഛിച്ചില്ല, ഹനനയാഗമല്ല അങ്ങ് പ്രസാദിച്ചത്, മറിച്ച് നീ പ്രസാദിച്ചത് ഇതാ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. കർത്താവ് പറയുന്ന വാക്കുകളാ. എന്നാൽ ഞാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ പറയട്ടെ. ഇതാ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണം ഇതായിരിക്കും. ദൈവം നമ്മെ വിടുവിക്കുന്നതോറും, ദൈവം നമ്മെ സ്തോത്രം കഷ്ടകരമായിരിക്കുന്ന ആഴമുള്ള കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വിടുവിക്കുന്നതോറും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു സമർപ്പണം നമ്മിലുണ്ടാകണം. ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതാ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം കണ്ടുപിടിക്കുവാൻ തെറ്റിദ്ധരിക്കരുതേ. ഞാൻ ആരെയും മോശപ്പെടുത്തിയല്ല സംസാരിക്കുന്നത്. എന്നാൽ ഒരു പ്രവാചകനെ തേടിയല്ല പോകേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം കണ്ടുപിടിക്കുവാൻ ഇതാ വചനത്തിന് നേരായി നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചാലിച്ചാൽ മതിയാകും. സ്തോത്രം. ഇതിൽ നമ്മെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നാം ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പാതകളിൽ നടക്കുന്നവരായി നമ്മെ തന്നെ സമർപ്പിക്കാം. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിലേക്ക് മൂടിയെത്തി അവിടെ നിർത്തുകയാണ്. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വിധത്തിൽ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം സമർപ്പിക്കുകയും അത് ചെയ്യുവാനുള്ള ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പറയുക, നിന്നെ അന്വേഷിക്കുന്ന ഏവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. നാം അവരെ അന്വേഷിക്കുമ്പോൾ നാം അവനെ കണ്ടെത്താൻ ഇടയായി ചെയ്യുന്നത് യിരെമ്യാവ് വീണ്ടും പറയുകയാണ്. അത് നമ്മെ ഉണ്ടാക്കുന്ന ആനന്ദം അത് അപ്രമേയമാണ്. അതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതിയാൽ തീരുകയില്ല.
അതിനെക്കുറിച്ച് കാവ്യങ്ങൾ എഴുതിയാൽ ഒടുങ്ങുകയില്ല. അത്രമാത്രം അപ്രമേയമായ സ്തോത്രം, ആനന്ദം നമ്മിൽ നിറയ്ക്കും. നാം ചെയ്യേണ്ടത് നാം അവനെ അന്വേഷിക്കുക. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവൻ യഹോവ മഹത്വമുള്ളവൻ എന്ന് പറയട്ടെ. 2, നാം അവന്റെ രക്ഷയെ ഇച്ഛിച്ചുകൊണ്ട് അവന്റെ രക്ഷയിൽ സന്തോഷിക്കുന്നവരായി നിലനിൽക്കുക. സ്തോത്രം. അവൻ നമ്മെ സഹായിക്കുകയും അവൻ നമ്മെ വിടുവിക്കുകയും ചെയ്യും. ഈ ധൈര്യത്തോടെ, ഈ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എന്റെ നിലവിളി കേട്ടു, എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവൻ നമ്മെ നാശകരമായ കുഴിയിൽ നിന്നും കഴിച്ചു. നല്ല പാറമേൽ, ഉറപ്പുള്ള പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ നാം നിർത്തും. സ്തോത്രം. നമ്മുടെ കേരളത്തിൽ സ്ഥിരമാക്കും. നല്ല പാട്ടുകളെ, കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടുകളെ നമ്മുടെ നാവിൽ തരും. ഇത് കേട്ട് അനേകം ഭയപ്പെട്ട് യഹോവയെ വിശ്വസിക്കാനായിട്ടിരിക്കും. ഈ നല്ലൊരു ഭാവി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാർത്തകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നതിനെ നമ്മെ ധാരാളമായിട്ട്